ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏങ്ങണ്ടിയൂർ മേഖലയിൽ പൊടിശല്യം ഒഴിവാക്കാൻ റോഡിൽ ഉപ്പുവെള്ളം തളിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. CITU ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ കുണ്ടലിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി നൽകി. റോഡിലെ പൊടിശല്യം നിയന്ത്രിക്കാനായി ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന വെള്ളം കായലിൽ നിന്നോ കടലിൽ നിന്നോ ഉള്ള ഉപ്പുവെള്ളമാണെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒരു ദിവസം തന്നെ 3 തവണയോളം ഇത്തരത്തിൽ ഉപ്പുവെള്ളം റോഡിൽ തളിക്കുന്നുണ്ട്. ഇതുമൂലം പാതയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ഭാഗങ്ങൾ തുരുമ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വാഹന ഉടമകൾ പറയുന്നു. മാത്രമല്ല, ഉപ്പുവെള്ളം റോഡിൽ ഒഴിക്കുന്നത് വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും. വെയിലത്ത് വെള്ളം വറ്റിയാലും ഉപ്പ് റോഡിൽ അവശേഷിക്കുകയും മഴ പെയ്യുമ്പോൾ സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. ഇത് പ്രദേശത്തെ കുടിവെള്ളം മലിനമാക്കാൻ ഇടയാക്കുമെന്നും CITU ഓട്ടോ തൊഴിലാളി കുണ്ടലിയൂർ മേഖലാ സെക്രട്ടറി മൊയ്നുദ്ദീൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ പൊടി പാറുന്നതിനാണ് ഇവരുടെ ഈ വെള്ളം അടിക്കുന്നത്. ഈ വെള്ളം അടിക്കുന്നത് ഉപ്പുവെള്ളമാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉപ്പുവെള്ളം അടിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങളുടെ അടിയിൽ ചളി പറ്റുകയും അത് ഇരുന്ന് തുരുമ്പായിട്ട് വണ്ടികൾ ഒരു വണ്ടിയുടെ 2 കൈയാണ് മുറിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഓട്ടോറിക്ഷ മാത്രമല്ല, കാറായാലും മറ്റുള്ള വാഹനങ്ങളായാലും എല്ലാ വാഹനങ്ങൾക്കും ഇതൊരു ബാധകമാണ്. പക്ഷേ ഇത് കൂടാതെ ഈ ഉപ്പുവെള്ളം വറ്റുമ്പോൾ ഈ ഉപ്പ് റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് കിടക്കുമ്പോൾ വീണ്ടും മഴ പെയ്യുമ്പോൾ അത് ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് മറ്റുള്ള കുടിവെള്ള സ്രോതസ് ഇല്ലാതായി പോവുകയാണ്. അത് കിണറ്റിലേക്കാണ് ഇറങ്ങി പോകുന്നത്. അത് കുടിവെള്ള സ്രോതസ് ഇല്ലാതായി പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഉപ്പുവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പൊതുജനാരോഗ്യത്തെയും വാഹനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ഉപ്പുവെള്ളം തളിക്കൽ ഉടൻ നിർത്തിവെക്കണമെന്ന് CITU ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ ഭാഗമായിട്ട് നടക്കുന്ന പൊടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വെള്ളമാണ് തെളിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം തെളിക്കുന്നത് ഉപ്പുവെള്ളമാണ് തെളിക്കുന്നത്. അപ്പോൾ അതിന് ബദൽ സംവിധാനം കാണണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉപ്പുവെള്ളം വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾക്കും കുടിവെള്ളത്തിനും ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് മാറ്റി മറ്റുള്ള രീതിയിലേക്ക് ഈ വെള്ളം തെളിച്ചുകൊണ്ട് പൊടി ശല്യം ഒഴിവാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.